ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇന്നത്തെ വീഡിയോ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ ഫ്രൈഡ് റൈസ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എൻ്റേതായ രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിച്ച് ചോറ് വയ്ക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്തു നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അരി സെപ്പറേറ്റ് വേവിച്ച് ഊറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അതിനായി കലം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പിടണം. വെള്ളത്തിൽ ഉപ്പ് കൂടി നിൽക്കണം, എങ്കിലേ ചോറിൽ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. മണത്തിന് വേണ്ടിയിട്ടൊന്ന് മാത്രം ഇതിടണമെന്ന് നിർബന്ധമില്ല. ചൂടുവെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകി വാരി വെച്ച അരിയാണ്. വെള്ളം ചൂടായി കഴിയുമ്പോൾ കഴുകി വാരി വെച്ച അരി കലത്തിലിട്ട് തിളപ്പിച്ചൂറ്റിയെടുക്കാം. റേഷൻ അരി ആയതുകൊണ്ട് ഒന്ന് തിളച്ച് പുറത്തേക്ക് പോകുന്നത് നല്ലതാണ്. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിലേക്കിടുന്ന സാധനങ്ങളുടെ അളവുകൾ പറയുന്നില്ല. സാധനങ്ങളുടെ അളവുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. കൂടുതലായിട്ടിട്ടാൽ അത്രയ്ക്കും ടേസ്റ്റ് കൂടുന്നതായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, സബോള, തക്കാളി, വേപ്പില, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് ഇതിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് വഴറ്റുക. ക്യാരറ്റും സബോളയും ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസും കൂടി ചേർക്കാം. ഗരം മസാലപ്പൊടിയും കുരുമുളകും ചേർക്കാം. ആവശ്യത്തിനുള്ള സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം വേവിച്ച് വെച്ച ചോറിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത് വെച്ച സബോളയും മുട്ടയുമാണ്. മുട്ട കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ ഫ്രൈഡ് റൈസ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.